കാരണം ഇത്തരം ഫ്രോഡ് പ്രോഗ്രാംസ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാൻ പാടില്ല. പലപ്പോഴായിട്ട് ഇത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വിഷയങ്ങൾ നടക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരാളിനെ കണ്ടെത്താനും ഇത് മറ്റുള്ള പല ആൾക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. വിദ്യാ ബാലകൃഷ്ണൻ MLAക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് പണം ആവശ്യപ്പെട്ട കേസിൽ ഇപ്പോൾ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. എന്താണ് ഒരു വിശദാംശം പ്രതികളെ പറ്റി? എങ്ങനെയാണ് പോലീസിന് നടപടിയെ കാണുന്നത്? കേരളത്തിലെ പോലീസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തു. വളരെ കൃത്യമായിട്ട് പ്രതികളെ പിടിക്കാൻ വേണ്ടിയുള്ള അവരുടെ എഫേർട്ടിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല രീതിയിലും തെറ്റായ വാർത്തകളടക്കം ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പലപ്പോഴായിട്ട് അന്വേഷണത്തെ ബാധിക്കുന്ന ഘട്ടത്തിൽ കൂടെ കടന്നു പോയെങ്കിലും കേരള പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ അതിന് റിസൾട്ട് ഉണ്ടാവുകയും പ്രതികളെ പിടിക്കാൻ സാധിക്കുകയും ചെയ്തു. വലിയൊരു വിവാദത്തിനാണ് ഇവിടെ പര്യവസാനമായിട്ടുള്ളത്. ഈ രണ്ടുപേരും ഹിന്ദിക്കാരാണെന്നാണ് മനസ്സിലായത്. എന്താണ് വിശദാംശം? പോലീസിന് നൽകിയ വിശദാംശം എന്തെങ്കിലും? തീർച്ചയായിട്ടും ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ന് 6-ാം തീയതി എനിക്ക് കോൾ വന്ന അന്ന് തന്നെ പോലീസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഡേ 1 തന്നെ ഇത് പോലീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതികളെ പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയില്ലല്ലോ. അതായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഈ പ്രിയങ്കാതിൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞാണ് കോൾ വന്നത്. സ്വാഭാവികമായി അത് അത്രയും രാഷ്ട്രീയ തലത്തിലൊരു ആശങ്ക ഉണ്ടാക്കിയോ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് യഥാർത്ഥ രാജ്കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുകയും അവരാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് പരാതി കൊടുത്തത്. 2 ദിവസമായിട്ട് കേരള പോലീസ് ദില്ലിയിലുണ്ട്, MLA ദില്ലിയിലുണ്ട്. പോലീസിനെ അനുഗമിച്ച് വന്നതാണോ അതോ? ദില്ലിയിൽ MLAക്ക് വരണമെങ്കിൽ പോലീസിൻ്റെ വിഷയമൊന്നും ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ നാഷണൽ സെക്രട്ടറി ആയിരുന്നു. സംഘടനാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. പക്ഷേ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടാണോ വന്നത്, പ്രിയങ്ക ഗാന്ധി വിളിച്ചതാണോ എന്നൊക്കെയുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. കേരള പോലീസ് UN കീഴിൽ കൂടുതൽ തീർച്ചയായിട്ടും അതാണൊരു മാറ്റം. കാരണം കേരളത്തിലൊരു മാറ്റം യഥാർത്ഥത്തിൽ അവിടെ ഫീൽ ചെയ്തു. സാധാരണഗതിയിൽ പോലീസിൻ്റെ അടുത്ത് ഇത്തരം മാറ്റേഴ്സ് ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവാറൊന്നുമില്ല. ഇതുപോലുള്ള ഒരു അറസ്റ്റ് മറ്റ് സ്റ്റേറ്റിലൊക്കെ പോയി പ്രത്യേകിച്ചും സൈബർ ക്രൈമിലൊന്നും നടക്കാറില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു പുതിയൊരു ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു കേസായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഹി റിയലി അപ്രീഷിയേറ്റഡ് me on this. ഈ പ്രതികളെ എപ്പോൾ നാട്ടിലെത്തി? അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്? പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് ഇവിടെ നടക്കും. ആശ്വാസം ഉണ്ടോ പ്രതികളെ പിടിച്ചപ്പോൾ? അല്ല, അത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും ഒരു ആശ്വാസം ഉണ്ടാവും. കാരണം ഇത്തരം ഫ്രോഡ് പ്രോഗ്രാംസ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാൻ പാടില്ല. പലപ്പോഴായിട്ട് ഇത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വിഷയങ്ങൾ നടക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരാളിനെ കണ്ടെത്താനും ഇത് മറ്റുള്ള പല ആൾക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്താണെങ്കിലും 3 കോടിക്ക് മന്ത്രിപദവിയായിരുന്നു വിദ്യാ ബാലകൃഷ്ണന് നൽകിയിരുന്നത്. ഇപ്പോൾ അതിലെന്താണെങ്കിലും പോലീസ് പ്രതികളെ പിടിച്ചിരിക്കുന്നു. നല്ല സന്തോഷമാണ് MLA പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.